സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. സാറേ, എൻ്റെ മൂത്ത മകൾക്ക് പകരം എൻ്റെ ഇളയ മകളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വിവാഹം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. അത് പറയുമ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാനായിരുന്നില്ല. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും വാങ്ങിയ കാശിനോടുള്ള നന്ദിയായിരുന്നു. എന്നാൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഒന്നും മിണ്ടിയില്ല. എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല. കുറച്ചു നേരം എന്തൊക്കെയോ ആലോചിച്ച ശേഷം അദ്ദേഹം തലയോറ്റി നോക്കി. നിന്റെ ഇളയ മകളെ വിളിക്ക്, എനിക്കൊന്ന് കാണണം, സംസാരിക്കണം. ഘനഗാംഭീര്യമുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം ആ റൂമിൽ മുഴങ്ങി കേട്ടു. അദ്ദേഹത്തിന്റെ മറുപടി കേട്ടതും അയാളുടെ കണ്ണുകൾ തിളങ്ങി. എന്നാൽ അതെല്ലാം കണ്ടും കേട്ടും അവിടെ ഒരു മൂലക്ക് നിന്നിരുന്ന ആ അമ്മമ്മനം തേങ്ങി. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെപ്പോലെ ഒരുത്തന് എൻ്റെ മകളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അലറി വിളിച്ച് പറയാൻ തോന്നിയെങ്കിലും അത് പറഞ്ഞതിന് ശേഷമുള്ള അവളുടെ അവസ്ഥയെ ആലോചിച്ച് സ്വയം കരഞ്ഞു തളർന്നുകൊണ്ട് അവിടെ നിന്നു. ശീലേ, അവളെ പോയി വിളിച്ചിട്ട് വാ. അയാൾ പിന്നിലേക്ക് നോക്കി പറയുമ്പോൾ വില കുറഞ്ഞ പട്ടിന്റെ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി. ആ അമ്മയുടെ തകർന്ന പോക്ക് കണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളവും പിടഞ്ഞു. ചെയ്യുന്നത് തെറ്റാണെന്നുള്ളിലിരുന്ന് ആരോ ചോദിക്കും പോലെ തോന്നി. പക്ഷേ ഇമോഷൻസിന് മുകളിൽ ഷെൽഫി സ്ഥാനം പിടിച്ചു. കുറച്ചു കഴിഞ്ഞതും ആ സ്ത്രീക്കൊപ്പം അകത്തേക്ക് ഒരു പെൺകുട്ടി കയറി വന്നു. അവളെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു. അത്രയും വലിയ ഭംഗിയുള്ളൊരു പെൺകുട്ടി. സാരിയാണ് വേഷം. മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം നിഷ്കളങ്കതയും കുട്ടിത്വവുമാണ്. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഗൗരവമാണ്. തീക്ഷ്ണതയേറിയ കത്തുന്ന നോട്ടം എന്തുകൊണ്ടും തന്റെ മകനുകൾ ചേരുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മന്ത്രിച്ചു. മോളുടെ പേരെന്താ? നന്ദിത. അത്രമേൽ കുളിർമയാർന്ന ശബ്ദം. അദ്ദേഹത്തിന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. അവളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മോളെ വിളിപ്പിച്ചത്, അദ്ദേഹം പറയാൻ തുടങ്ങിയതും അവൾ കൈയെടുത്ത് തടഞ്ഞു. സൂര്യമംഗലത്തെ മാധവർമ്മയുടെ മകൻ പ്രതാപവർമ്മക്ക് അതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്നും അവളുടെ ആ ഒറ്റ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് മനസ്സിലായി. സമ്മതമല്ല. എൻ്റെ മറുപടിക്കാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതെങ്കിൽ സമ്മതമല്ല എനിക്ക്. നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതും നിങ്ങളുടെ കയ്യിൽ നിന്നും അതിനുള്ള കാശ് വാങ്ങിയതുമൊക്കെ ഈ നിൽക്കുന്നയാളും അയാളുടെ മൂത്ത മകളും ചേർന്നാണ്, അല്ലാതെ ഞാനല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് പോകാം. നന്ദു. എല്ലാം കേട്ട് മിണ്ടാതെ അവളെ തന്നെ ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്ന പ്രതാപവർമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ അവൾക്ക് നേരെ ശബ്ദമുയർത്തി. അവൾ അവളുടെ ചുണ്ടത്ത് കൈവച്ചുകൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു. വിവാഹ പന്തലിൽ നിന്ന് ഒരു മകൾ ഒളിച്ചോടിപ്പോയാ അവൾക്ക് താഴെയുള്ളതിനെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒന്നിനെയോ പിടിച്ച് മണ്ഡപത്തിലെത്തുന്ന ഏർപ്പാട് ഇവിടെ വേണ്ട. സമ്മതിക്കില്ല ഞാൻ. എന്നെ ആരതിന് നോക്കണ്ട. അത് നടക്കുന്ന പ്രതീക്ഷയിൽ ആരും അവിടെ നിൽക്കുകയും വേണ്ട. അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ആ മനുഷ്യന്റെ മുഖത്തായിരുന്നു അവളുടെ കണ്ണുകൾ. അദ്ദേഹം ചിരിക്കുക മാത്രം ചെയ്തു. ഡേയ് നീ. വേണ്ട പ്രകാശ, ഈ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇത് നടക്കില്ല. ഈ കുട്ടി പറഞ്ഞ പോലെ എനിക്ക് വാക്ക് തന്നതും എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതൊന്നും ഈ കുട്ടിയല്ലല്ലോ. അതുകൊണ്ട് അതനുസരിക്കേണ്ട കാര്യവും ഈ കുട്ടിക്കില്ല. അവൾക്ക് നേരെ ചീറിക്കൊണ്ടുപോയ പ്രകാശനെ അദ്ദേഹം തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി. മുന്നിൽ നിൽക്കുന്ന വ്യക്തി അത്രയ്ക്ക് ക്രൂരനല്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം സർ. ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ നടത്തൂ. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഞാൻ ഒരിക്കലും എന്നിൽ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം നടത്തി തരാൻ പറ്റില്ല. ക്ഷമിക്കണം. അവൾ മാന്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ രണ്ട് കൈയിലും കൂട്ടിപ്പിടിച്ചു. ഹൈ, മോള് ക്ഷമയൊന്നും പറയണ്ട. ഞാനല്ലേ ക്ഷമ പറയേണ്ടത്. പ്രകാശം പറഞ്ഞപ്പോൾ ഞാൻ മോളോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി. പോയ ഒരു വാക്ക് കിട്ടിയ എൻ്റെ മകൻ്റെ ഒരു ജീവിതം, അത്രേ ഞാൻ കരുതിയുള്ളൂ. അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള പ്രതാപവർമ്മയുടെ മറ്റൊരു മുഖം. കാരണം അറിയാത്തൊരു വിഷമം അവളുടെ ഉള്ളിൽ നിറഞ്ഞു. പക്ഷേ തീരുമാനത്തിൽ അവൾ മാറിയില്ല. പ്രകാശ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പോട്ടെ മോളെ. ഇടറിക്കൊണ്ട് വാക്കുകൾ പറഞ്ഞ് പൂർത്തിയാക്കി മുന്നോട്ട് നടന്നു പോകുന്ന മനുഷ്യനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മനഃപൂർവ്വം ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ട പ്രകാശനെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. വേദന കടിച്ചു പിടിച്ച് പുറത്തേക്ക് പോകുന്ന ആ മനുഷ്യനെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ നോക്കി നിൽക്കുവാണ്. അവളുടെ നോട്ടം കണ്ടതും അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ചു. എന്താടി നായിൻ്റെ മോളെ, നിനക്ക് ഈ വിവാദത്തിന് സമ്മതിച്ച? കുറച്ച് കാശ് കൈ കിട്ടിയാ നിന്റെ തള്ളക്ക് നിനക്ക് പുളിക്കുവോ? ഞാൻ പറഞ്ഞ പണിയും ചെയ്യില്ല. എന്നാ എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ നോക്കിയാ അവളതിന് സമ്മതിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് അവളുടെ തല അമർത്തിയിടിച്ചു. അവൾ കണ്ണുകൾ രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് അയാളെ പിടിച്ച് തള്ളി.
എല്ലാം കണ്ട് പേടിച്ചു നിന്ന ആ സ്ത്രീ മകളുടെ മറവിലേക്ക് ചാഞ്ഞു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ആ അമ്മയെ ചേർത്ത് പിടിച്ചു. നിങ്ങളുടെ ഈ തല്ലും പിടുത്ത നാവ് കൊണ്ടുള്ള സംസാരക്കെ നിങ്ങളുടെ പിഴച്ച മകളോട് മതി, എന്നോട് വേണ്ട. എന്റെ നേരെങ്ങാനും ഇതുപോലെ വന്നാലുണ്ടല്ലോ മുന്നും പിന്നും നോക്കാതെ അരിഞ്ഞു കളയും ഞാൻ, അറിയാലോ എന്നെ. ഒരു കൈ കൊണ്ട് ആ സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുകൈ അയാൾക്ക് നേരെ ചൂണ്ടി അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അവളുടെ സുന്ദരമായ ചുവന്ന മുഖം തുടുത്തു. അയാൾ കത്തുന്ന കണ്ണുകളോട് അവളൊന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. മോളെ, അമ്മേ. ആ അമ്മ അവളുടെ മാറിലേക്ക് വീട് പൊട്ടിക്കരയുമ്പോൾ അവൾ വേദനയോടെ അവരെ ചേർത്ത് പിടിച്ചു. ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനമില്ലേ ഈശ്വര. ആ അമ്മയുടെയും മകളുടെയും മനസ്സ് ഒരുപോലെ മന്ദിച്ചത് കാലങ്ങളായി അവർ ആ പറയുന്ന വാക്കുകൾ മാത്രമായിരുന്നു. ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ പ്രതാപവർമ്മ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള ചെയറിലിരുന്നു. ഈ വിവാഹം മുടങ്ങിയെന്ന് എങ്ങനെ എല്ലാവരോടും പറയും? ഇതുവരെ എല്ലാവർക്കും മുമ്പിലും തലയുയർത്തിപ്പിടിച്ച് നിന്ന സൂര്യമംഗലത്തെ ആത്മാഭിമാനം ഈ നിമിഷം തകർന്നടിയുവാണോ? ഓരോ ദുരന്തങ്ങളിൽ നിന്നും കരകയറാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ തന്ന് നീ ഞങ്ങൾ പരീക്ഷിക്കുവാണല്ലേ? തലയിൽ താഴ്ത്തി രണ്ട് കൈകൾ കൊണ്ട് തല താങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തിളച്ചു മറിഞ്ഞു. പ്രതാപ. ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും കണ്ണുകൾ രണ്ടും മുറുകെ അടച്ച് തുറന്ന ശേഷം അദ്ദേഹം അടുത്തുള്ള ചെയറിലേക്ക് തലചരിച്ച് നോക്കി. അച്ഛാ. പ്രതാപന്റെ ശബ്ദം വിടറിയിരുന്നു. സങ്കടത്തിലിരിക്കുന്ന മകന്റെ തോളിൽ അദ്ദേഹം കൈവച്ച് തലോടി. തോറ്റു പോവാണല്ലോ അച്ഛാ. എൻ്റെ മകൻ ഇങ്ങനെ ആയതി പിന്നെ പ്രതാപവർമ്മ തോറ്റു പോകുകയാണച്ഛാ. എൻ്റെ മകനെ പഴയതുപോലെ എനിക്ക് വേണം. അതിന് ഞാനിനി എന്താ ചെയ്യുക? പ്രതാപിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചു. മാധവവർമ്മ അത് കാണാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ നോട്ടം മുന്നിലേക്കാക്കി. തകർന്നിരിക്കുന്ന മകനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല. പ്രതാപ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മാധവർമ്മയുടെ ഗൗരവമുള്ള ശബ്ദം ചെവിയിൽ പതിഞ്ഞതും അദ്ദേഹം മുഖമുയർത്തി നോക്കി. മാധവർമ്മയുടെ കണ്ണുകൾ പോകുന്ന ഭാഗത്തേക്ക് കണ്ണുകൾ പായിച്ചപ്പോൾ കണ്ടു വിവാഹവസ്ത്രത്തിൽ മണ്ഡപത്തിലേക്ക് വരുന്ന പ്രതാപവർമ്മയുടെ ഒരേ ഒരു മകൻ അർജുൻ പ്രതാപവർമ്മ. ആ കാഴ്ച കണ്ടതും അദ്ദേഹത്തിന്റെ നെഞ്ചു വിങ്ങി. ഈ തീരുമാനം ശരിയായിരുന്നു പ്രതാപ. കാലം അത് തെളിയിക്കും. ആ പെൺകുട്ടിയെ പോലൊരുവളെ നമ്മുടെ കുട്ടിക്ക് കിട്ടാതെ പോയത് അവൻ മുജ്ജന്മത്തിൽ ചെയ്ത പുണ്യ. അങ്ങനെ കരുതി സമാധാനിക്കാം. അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോൾ പ്രതാപൻ മകന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. സമാധാനം. ആ വാക്കുകൾ ഒന്നുകൂടെ മന്ത്രിച്ചു. ഇപ്പൊ തീരെ ഇല്ലാത്തതും കിട്ടാത്തതും അതാണല്ലോ. അങ്ങനെ തന്നെ കരുതാം. അല്ല, അത് തന്നെയാണ് ശരി. ആ കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എൻ്റെ മോന് കിട്ടാത്തത് തന്നെയാ ഭാഗ്യം. പക്ഷേ ഈ സാഹചര്യം അതിനെങ്ങനെ നമ്മൾ മറികടക്കും? ഈ നിമിഷം ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു കിട്ടണ്ടേ? ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ പ്രതികരിക്കാതെ എത്ര സമയം ഇങ്ങനെ ഇരിക്കും? ഇനി എന്തെന്ന ആകുലതയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല പ്രതാപ. ആളുകളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മണ്ടന്മാരാക്കുന്നത് പോലെയല്ലേ ഇപ്പം ഇത്. അതുകൊണ്ട് നീ ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്ക്. മാധവർമ്മ പറഞ്ഞു നിർത്തിയതും അയാൾ എന്തിനാ വിളിക്കുന്നെന്ന ഭാവത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. നീ വിളിക്ക്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് രചിച്ചിട്ട് ഒന്നും അറിയാതെ എല്ലാം നമ്മുടെ തലയിലിട്ട് മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവനെ വിളിക്ക്, ബാക്കി ഞാൻ പറയാം. ഗൗരവത്തോടെ ദേഷ്യത്തിൽ അദ്ദേഹം പറയുമ്പോൾ ഫോണെടുത്ത് പ്രകാശൻ എന്ന നമ്പറിലേക്ക് അടിച്ച് ചെവിയിൽ വെച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അതിവിനയത്തിൽ പ്രകാശൻ അവർക്ക് മുന്നിലെത്തി. മാധവർമ്മ അയാളെ മൊത്തത്തിലൊന്ന് നോക്കി. പറഞ്ഞു മാത്രം കേട്ടുള്ള പ്രകാശനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് പിടിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ മുഖത്തിൽ തന്നെ മനസ്സിലാക്കാം. സാറെന്നെ വിളിപ്പിച്ചത്? വേദന കലർന്ന മുഖഭാവത്തിൽ അയാൾ ചോദിക്കുമ്പോൾ മാധവർമ്മ ഒന്ന് ചിരിച്ചു. എന്തിനാ വിളിപ്പിച്ചതെന്നോ? ഇവിടെ താനും തൻ്റെ മകളും കാരണം ഇത്ര വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കാൻ തനിക്ക് നാണല്ലടോ? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തി പല്ല് കടിച്ചുകൊണ്ട് പറയുമ്പോൾ ആ വാക്കിലും ഭാവത്തിലും നോട്ടത്തിലും പ്രകാശൻ വല്ലാതെയായി. പറഞ്ഞു കേട്ടിട്ടുള്ള സൂര്യമംഗലത്തുകാരുടെ തീഷ്ണതയിൽ ചെറിയൊരംശം മാത്രമാണ് മാധവവർമ്മ. അതിലും കൂടിയതാണ് മകൻ പ്രതാപവർമ്മ. ഇവർക്കൊക്കെ മുകളിലൊന്നുണ്ട്. പക്ഷേ ഇന്നവൻ. അവനെ ഓർക്കിയ പ്രകാശന്റെ ചുണ്ടിലൊരു പരിഹാസച്ചിരി വിടുന്നു. വേഗമെന്തോ ഓർത്ത പോലെ അത് മറച്ചു പിടിച്ച് സങ്കടത്തോടെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി അവരുടെ രണ്ടുപേരുടെയും നോട്ടം അയാൾ തന്നെയായിരുന്നു. ആ നാട്ടിലെ തന്നെ പേര് കേട്ട സമ്പന്ന കുടുംബമാണ് സൂര്യമംഗലത്തെ തറവാട്ടുകാർ. എണ്ണിയാൽ തീരാത്ത ഹോട്ടലുകളും ഷോപ്പുകളും സിനിമാ തിയേറ്ററുകളും ഒക്കെയുള്ള വലിയ പണക്കാരാണ്. പക്ഷേ ആ വീടിൻ്റെ അകത്തലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറലോകം അറിയില്ല. മാധവർമ്മക്ക് 5 ആൺമക്കളാണ്. അവരെ മാത്രമേ എല്ലാവർക്കും അറിയൂ. അവരുടെ മക്കളെ ആർക്കും അറിയില്ല. എല്ലാവരും പഠിച്ചതും വളർന്നതും പുറത്താണ്. അങ്ങനെയുള്ള അവിടുത്തെ കൊച്ചുമകൻ എന്തിനാണ് ഇങ്ങനൊരു വിവാഹം? അത് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ മുഖങ്ങളിലും ഒരു ചോദ്യമുണ്ടായിരുന്നു. പുറത്ത് ബഹളമോ തിരക്കോ ഒന്നും കേൾക്കാതെ വന്നതും അവൾ മാറിൽ കിടന്ന അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു.
നന്ദു, അമ്മയൊന്ന് മുഖം കഴുകി വരാം. ചുവന്ന് കലങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവർ പറയുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് അവരിൽ നിന്നും പിടിവിട്ടു. അവർ നടന്നു പോകുന്നത് നോക്കി നിന്ന് അവളുടെ ചുണ്ടുകളൊന്ന് തിരുമ്പി. മകൾക്ക് വേണ്ടി മാത്രം ജീവിതം തള്ളി നീക്കുന്ന ഒരമ്മ, മകൾക്ക് വേണ്ടി മാത്രം. അവരിൽ നിന്നും കണ്ണുകൾ മാറ്റി അവൾ മുന്നിലേക്ക് നോക്കി. സൂര്യമംഗലത്തെ കൊച്ചുമകന്റെ വിവാഹം കൂടാൻ ആ നാട് മൊത്തം അവിടെ കൂടിയിട്ടുണ്ട്. ചിലരുടെ കണ്ണുകളിൽ സന്തോഷം, ചിലരുടെ കണ്ണുകളിൽ സഹതാപം, ചിലരുടെ കണ്ണുകളിൽ പരിഹാസം, ചിലരുടെ കണ്ണുകളിൽ സങ്കടം. പക്ഷേ അതൊക്കെ എന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. മുന്നിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളിൽ നിന്ന് നോട്ടം മാറ്റി അവൾ പ്രകാശനെ നോക്കി. അവിടെ കാര്യമായി രണ്ടുപേരോട് സംസാരിക്കുവാണ്. മുഖത്ത് സങ്കടമാണ്. അത് കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിട്ടിരുന്നു. പ്രകാശനോട് സംസാരിക്കുന്ന ആളൊന്ന് പ്രതാപവർമ്മയാണെന്ന് അവൾക്ക് മനസ്സിലായി. മറ്റൊന്നും ആരാണെന്ന് മനസ്സിലായില്ല. പ്രായം കൊണ്ടും വസ്ത്രം കൊണ്ടും സംസാരം കൊണ്ടും സൂര്യമംഗലത്തെ കാരണം തന്നെയാണെന്ന് അവൾ ഊഹിച്ചു. അവളുടെ കണ്ണുകൾ അവരിൽ നിന്നും മാറി കതിർ മണ്ഡപത്തിലേക്ക് പോയി. അവിടെ ഇതൊന്നും അറിയാതിരിക്കുന്ന ചെറുപ്പക്കാരനിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. അവനെ തന്നെ നോക്കി നിന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാണെന്ന് അറിയാതെ അവളുടെ ഹൃദയം നീറി. അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. നിങ്ങളെപ്പോലെ തന്നെ സങ്കടം എനിക്കുണ്ട്. അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. മാധവർമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ സങ്കടത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹം പുച്ഛത്തോടെ മുഖം തിരിച്ചു. എൻ്റെ മകൾ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ ആലോചിച്ചപ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിക്കാടും. പ്രകാശൻ പറഞ്ഞു നിർത്തിയത് മാധവർമ്മ കത്തുന്നൊരു നോട്ടം അയാൾ നോക്കി. വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയാ അത് തൻ്റെ മകൾക്ക് ഞങ്ങളോട് ആദ്യമേ പറയായിരുന്നില്ലേ? അല്ലാതെ വിവാഹത്തിന് സമ്മതാണെന്നും പറഞ്ഞ് കാശും വാങ്ങി വിവാഹ പന്തലിൽ നിന്ന് ആ കാശും അടിച്ചു മാറ്റി മുങ്ങുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് ഇതല്ല. കഴിവിൻ്റെ പരമാവധി ഉള്ളിലുള്ള ദേഷ്യം പുറത്ത് കാണിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. പ്രകാശനും പ്രതാപനും കേൾക്കാൻ പാകത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദവും. ഉള്ളിലുള്ള ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ മണ്ഡപം തകരുന്ന ശബ്ദത്തിലായിരിക്കും. പ്രകാശന്റെ ആ സംസാരം പ്രതാപന്റെ മുഖത്തൊരു ഇഷ്ടക്കേട് വരുത്തി. പക്ഷേ തർക്കിക്കാനോ ബഹളം വെക്കാനോ അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും ഒരുക്കമല്ലായിരുന്നു. തർക്കം തുടങ്ങിയ അച്ഛനെ പോലെ മകന് ആത്മസമീപനം പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതാണ് ആ മൗനം. മാധവർമ്മയുടെ ആ വാക്കുകളും ഭാവവും കണ്ടതും പ്രകാശനും ഒന്നും അല്ലാതായി. ഒരു നിമിഷം അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിച്ചു. ശരിയാണ്, എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. മകളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യും സാർ? വളർത്തി വലുതാക്കിയ പരിഗണനയൊന്നും അവർ രണ്ടുപേരും തനിക്കിതുവരെ തന്നിട്ടില്ല. സാറിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സാറിൻ്റെ മകന് നല്ലൊരു ജീവിതം കിട്ടട്ടെന്ന് കരുതിയ ഞാൻ എൻ്റെ മകളോട് തന്നെ ഇത് പറഞ്ഞത്. അവൾ സമ്മതിച്ചതാണ്. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് എനിക്കും അറിയില്ല. അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ നിസ്സഹനായ ഒരു അച്ഛൻ്റെ മുഖമായി അയാൾക്ക്. മകൾ ചെയ്തതിന് അച്ഛൻ എന്ത് പിഴച്ചു? മാധവർമ്മ ഒന്നും മിണ്ടിയില്ല. ഒഴിഞ്ഞൊരു മൂലയിലേക്ക് നടന്നു. അവരെ 3 പേരെയും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സമയം പെണ്ണിനെ കാണാത്തത് കൊണ്ടുള്ള അടക്കം പറച്ചിലും തിരച്ചിലൊക്കെ തുടങ്ങിയിരുന്നു. നിന്റെ ഭാഗം ന്യായീകരിക്കാതെ ഈ ഇരിക്കുന്ന ആളുകളോട് നീ തന്നെ കാര്യം പറയേ. മാധവർമ്മ പറയുമ്പോൾ പ്രകാശൻ അദ്ദേഹം പറഞ്ഞത് മനസ്സിലാവാതെ നോക്കി. തൻ്റെ മകൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയത് കൊണ്ട് ഈ വിവാഹം നടക്കില്ലെന്നും വിളിച്ചു വരുത്തി അപമാനിച്ചതിൽ ഈ ഇരിക്കുന്നവരോടും സൂര്യമംഗലത്തുള്ളവരോടും താൻ ക്ഷമയും പറയണം. ഉറപ്പുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിക്കുകയല്ലാതെ അയാൾക്ക് വേറെ വഴിയില്ലായിരുന്നു. പ്രതാപവർമ്മയെയും മാധവർമ്മയെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അയാൾ ആ പന്തലിലേക്ക് നടന്നു. അപ്പോഴും പ്രതാപന്റെ കണ്ണുകൾ അദ്ദേഹത്തിൽ തിരിയുന്ന മകന്റെ മുഖത്തായിരുന്നു. അദ്ദേഹത്തിന്റെ നിറഞ്ഞ കണ്ണുകൾ ഒഴുകിയിറങ്ങി. ആരും ആ കാഴ്ച കാണാതിരിക്കാൻ അദ്ദേഹം തിരിഞ്ഞു നിന്നു. വരന്റെ വേഷത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്തായിരുന്നു അവളുടെ കണ്ണുകൾ. അവനിൽ നിന്ന് നോട്ടം മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവന്റെ പ്രവൃത്തികളിൽ അവൾക്ക് എന്തോ പൊരുത്തക്കേടുകൾ തോന്നി. വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് അവന്റെ വേഷം. നീളമുള്ള മിനുസമാർന്ന മുടി അലങ്കോലമായി കിടക്കുവാണ്. വെട്ടിയൊതുക്കിയ തിങ്ങി നിറഞ്ഞ താടിയാണ് ആ മുഖത്തെ സൗന്ദര്യം കൂട്ടുന്നത്. ആ താടിക്കും മീശക്കും ഇടയിലൂടെ അവന്റെ പിങ്ക് ചുണ്ടുകളിൽ ചിരിയില്ല. പീലി നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ ആർക്കോ വേണ്ടിയുള്ള തിരച്ചിലാണ്. ആ തിരച്ചിലുകൾക്ക് പിന്നിൽ ഭയമാണ്. ആ ഇരുത്തത്തിൽ അവന് മടുപ്പ് തോന്നിയതുപോലെ അവൻ ചുറ്റും നോക്കി വീണ്ടും ആരെയോ തേടി. ആഗ്രഹിച്ച ആളെ കാണാതെ വന്നതും അവൻ ഇരിക്കുന്നതെന്നും എഴുന്നേറ്റു. എണീറ്റ പോലെ തന്നെ അവൻ നിലത്തേക്കിരുന്നു. നന്ദുവിന്റെ കണ്ണുകൾ അവന്റെ ഷോൾഡറിൽ പിടിച്ചമർന്ന സ്ത്രീയിലേക്ക് പോയി. ഒറ്റ നോട്ടത്തിൽ തന്നെ സൂര്യമംഗലത്തെയാണെന്ന് മനസ്സിലാക്കാൻ തരത്തിലുള്ള സാരിയും ആഭരണങ്ങളും ഇട്ടൊരു സ്ത്രീ. അവരവന്റെ ഷോൾഡറിൽ പിടിച്ചമർത്തി ഞെരിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുത്തി. അവർ ചിരിയോടെ എന്തോ അവന്റെ ചെവിയിൽ പറയുന്നുണ്ട്. പക്ഷേ അവർ പല്ല് കടിച്ച് പൊട്ടിക്കുന്നതാണ് അവൾ ശ്രദ്ധിച്ചത്. അവരുടെ വിരലുകൾ അവന്റെ ഷോളിൽ ഉണ്ടാകുന്ന മുറിവ് കാരണമോ അതോ അവർ പറയുന്നത് കേട്ടിട്ടാണോ അവൻ കരയുന്നതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. അവനിൽ നിന്നും മുഖമുയർത്തി ആ സ്ത്രീ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയോട് എന്തോ പറഞ്ഞു. അവളൊന്ന് പൂച്ചിച്ച് ചിരിച്ചു. ആ സ്ത്രീ വീണ്ടും അവന്റെ ചെവിക്ക് നേരെ മുഖം താഴ്ത്തി എന്തോ പറഞ്ഞതും അവൻ അവന്റെ ഇടത്തേ കൈ ഉയർത്തി അവന്റെ ഇടത്തേ കണ്ണ് തുടച്ചു. വലത്തേ കൈ ഉയർത്തി വലത്തേ കണ്ണും തുടച്ചു. പക്ഷേ തുടക്കുന്നതിനനുസരിച്ച് കൊണ്ട് അവന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവളുടെ ഉള്ളം വിങ്ങി. കൈ ഉയർത്തി കണ്ണുകൾ വീണ്ടും വീണ്ടും അവൻ അവന്റെ ഷോൾഡറിൽ തുടച്ചു കൊണ്ടിരുന്നു.
അടുത്ത് നിന്നിരുന്ന മറ്റൊരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവൻ്റെ പിന്നിലായാണ് നിൽപ്പ്. പ്രായത്തിൽ അവളേക്കാൾ പ്രായമുണ്ടെന്ന് നന്ദുവിന് മനസ്സിലായി. അവളൊന്ന് കുനിഞ്ഞുകൊണ്ട് ആദ്യം നിന്നിരുന്ന സ്ത്രീ പിടിച്ച് അവൻ്റെ ഷോൾഡറിൽ നഖമായതിക്കൊണ്ട് അവൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. അത് പറഞ്ഞതും അവൻ്റെ മുഖത്ത് ഭയം നീലിക്കുന്നതും അവൻ്റെ ശരീരം പിറക്കുന്നതൊക്കെ അവൾ വേദനയോടെ നോക്കി. ആ പെൺകുട്ടി അവൻ്റെ അടുത്ത് നിന്ന് ഉയർന്നതും അവൻ്റെ ഷോൾഡറിലേക്ക് നോക്കി അവിടെ ഒഴിയുന്നതും എന്തൊക്കെയോ പെറുപിറുക്കുന്നതും അവൾ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു. കുറച്ചു ദൂരം അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ഷോൾഡറിൽ പൊടിഞ്ഞ രക്തം അവൻ്റെ വെള്ള ഷർട്ടിൽ അവൾ തെളിഞ്ഞു കണ്ടു. നന്ദു മോളെ എന്താ ശീല വന്ന് അവളുടെ ഷോൾഡറിൽ തട്ടി കവളിൽ തലോട് ചോദിക്കുമ്പോൾ അവൾ ഞെട്ടലോട് ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ എന്തിനാ കരയണത്? ശീല ചോദിക്കുമ്പോഴാണ് അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് അവൾ അറിഞ്ഞു പോലും. അവളൊന്നും മിണ്ടാതെ നോട്ടം വീണ്ടും അവനിലേക്കാക്കി. അതുതന്നെയാണ് ഭാരൻ. സൂര്യമംഗലത്തെ കൊച്ചുമകൻ അർജുൻ പ്രതാപവർമ്മ. സുഖമില്ലാത്ത കുട്ടിയാ, മനസ്സിൻ്റെ വൈകല്യമുള്ള കുട്ടി. ചിലരതിനെ ഭ്രാന്തെന്ന് പറയും. അവളുടെ ഉള്ളിലെ ചോദ്യം മനസ്സിലാക്കി ശീല പറയുമ്പോൾ ആ വാക്കുകളിൽ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിൻ്റെ കാരണം അറിയാതെ അവളുടെ മനസ്സ് ഉഴറിക്കൊണ്ടിരുന്നു.